ഹലോ, എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. നമുക്ക് എണ്ണയില്ലാത്ത കുറച്ച് ഉണ്ണിയപ്പം ചുട്ടാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 അച്ച് ബെല്ലം എടുത്തിട്ട് പാനിയാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ ആവുമ്പോഴേക്കും നമ്മൾക്ക് എന്ത് ചെയ്യാം, മാവെല്ലാം എടുക്കാം. അതിന് വേണ്ടി ഞാൻ 2 കരണ്ടി ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി ഇരിക്കട്ടെ. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് റവയാണ്. എൻ്റെ കയ്യിൽ കുറച്ച് റവ തന്നെ ഉള്ളൂ. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗോതമ്പ് മാവും റവയും അത് രണ്ടും ഒന്ന് നമുക്ക് മിക്സാക്കാം. മിക്സാക്കിയ ശേഷം നമുക്ക് ഇതിൽ ശർക്കര വെള്ളം അത്ര തോനുണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം പച്ചവെള്ളം കൊണ്ട് ഒന്ന് കട്ടിക്ക് കലക്കി വെക്കാം. ഇപ്പോഴത്തെ കുക്കറിൽ ചോറ് വെക്കുന്നുണ്ട് കേട്ടോ. അതാവണതിൻ്റെ ഇടയിൽ കൂടെ ഇതും ചെയ്ത് വെക്കാം. ഇത് മാവ് കുറച്ച് നേരം ഇരിക്കണമല്ലോ, നമ്മൾ കലക്കി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഇരിക്കണമല്ലോ. അപ്പോൾ അതിനാണ് ഈ ചോറും കറിയും വെക്കണതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇത് ചെയ്ത് വെക്കണത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കട്ടിക്കൊന്ന് ഇളക്കി വെക്കാം. ഉണ്ണിയപ്പം ചുട്ടിട്ട് പെണ്ണുമ്മാക്ക് തരില്ല കേട്ടോ. പെണ്ണുമ്മ, നിനക്ക് ഉണ്ണിയപ്പം വേണോ? എന്നാ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വെക്കുവോ? ഒന്നും ചെയ്യാൻ വയ്യ, ഉണ്ണിയപ്പം വേണമല്ലേ? ശരി, ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ അതായിട്ടുണ്ട്. അതിൽ നമുക്കൊരു നുള്ളു ഉപ്പും കുറച്ചൊരു അപ്പസോഡയും കൂടെ ഇടാം കേട്ടോ. അത് ഞാൻ ഫസ്റ്റിൽ മറന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇടുന്നത്. നിങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ മാവ് റവയും കൂടെ ഒന്ന് മിക്സ് ആക്കിയില്ലേ, അപ്പം തന്നെ കുറച്ച് സോഡാപ്പൊടി ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് മിക്സ് ആക്കാം കേട്ടോ. മറവി അത് സ്വാഭാവികമല്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ മറവി? എനിക്ക് അങ്ങനെ മറവി എന്ന് പറയാനൊന്നുമില്ല, എന്നാലും ഇടയ്ക്കൊക്കെ ഓരോന്ന് മറക്കും കേട്ടോ. അപ്പോൾ ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കര പനി ആയിട്ടുണ്ട്. അതും കൂടെ ഇതിലൊഴിച്ചിട്ട് നമുക്ക് നല്ല പാകത്തിന് കലക്കിയെടുക്കാം. കുറച്ച് ലൂസല്ല, ശർക്കര പനി കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഒഴിച്ചാൽ ലൂസാവുന്ന എന്താണ്, ഒരുപാട് ലൂസായാലും വെച്ചിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ടോ, പുട്ടുപൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്.
മാവ് റെഡിയായി വെച്ചിട്ട് നമുക്ക് കുറച്ച് തേങ്ങ, ഇത് സാധാ തേങ്ങയാണ് കേട്ടോ, ഞാൻ ഉണക്ക തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇടലുണ്ട്, ഇപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ നമ്മൾക്ക് സാധാ പച്ച തേങ്ങ തന്നെ എടുത്തിട്ട് ചെറുതായി നുറുക്കിയിട്ട് നമ്മൾ എണ്ണ ഒഴിക്കാതെയാണ് കേട്ടോ വറുക്കണത്. എണ്ണ ഒഴിച്ച് വറുക്കേണ്ട ആവശ്യമില്ല, എണ്ണ ഒഴിച്ചാൽ ശരിയാവില്ല. അപ്പോൾ എണ്ണ ഒഴിക്കാതെ വറുക്കണത്. ഏകദേശം ചുവന്ന് വന്നിട്ടുണ്ട്, കരിയാതെ ഒരു ബ്രൗൺ കളറിൽ പോലെ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ മാവ് നേരത്തെ റെഡിയാക്കി വെച്ച് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് ആ പാത്രത്തിൽ നിന്ന് ഈ പാത്രത്തിലേക്ക് മാവ് ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ശർക്കര വെള്ളം ഉണ്ടായിരുന്നു, നമ്മൾ എന്തായാലും മാവ് കുറച്ച് ആക്കി വെച്ച് പറഞ്ഞാൽ ഒരു ഇത്തിരിയും കൂടെ കട്ടിക്കാവും. അപ്പോൾ ലാസ്റ്റ് അത് കുറച്ചൊന്ന് ലൂസാക്കണമെങ്കിൽ കുറച്ചും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് ശർക്കര പാനി കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ചൂടാം. എണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ, പക്ഷെ ഫുള്ളായി, ഇത്രയും ഒഴിക്കണ്ടായിരുന്നു. ഇതെടുത്താൽ ഒരു ചന്ത ഉണ്ടാവില്ല, കുഴിൻ്റെ ഉള്ളിൽ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ഇത് പുറത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. ചന്തല്ലാത്ത ഉണ്ണിയപ്പമാണെന്ന് പറയരുത്, നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല സ്മൂത്തായിട്ടുണ്ടാവും, എണ്ണ ഇല്ലാത്തതാണ്, പിന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ ഇന്നത്തെ, എണ്ണ ഇല്ലാതെ ഉണ്ണിയപ്പം ചുടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ എണ്ണ ഇല്ലാതെ ഉണ്ടാക്കണില്ല, കുറച്ച് മാത്രം. ഇവിടെ ഒരു കുറച്ച് പേർക്ക് തന്നെ വീട്ടിലുള്ളതല്ല, വേറെ ഒരാൾക്ക് കൊടുക്കാനാണ് ഈ എണ്ണ ഇല്ലാതെ ഞാൻ ചുട്ടത്. ഇനി അല്ലാതെ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ചുടുന്നതായിരിക്കും. അപ്പോൾ ഉണ്ണിയപ്പം റെഡി, ബാക്കിയും കൂടെ ചുട്ടെടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കൂട്ടുകാരും ഇത് വീഡിയോ കണ്ട ശേഷം ഉണ്ണിയപ്പം ഉണ്ടാക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബായ്.